ഹലോ, നമ്മളിന്ന് അടിപൊളി ഒരു ചെമ്മീൻ ചോറാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഈ ചെമ്മീൻ ചോറ് എങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് നമുക്ക് നോക്കാം. വീഡിയോയിലേക്ക് പോവാം. അതിന് മുന്നേ ആയിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ചെമ്മീൻ റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ 1/2 കിലോ ചെമ്മീനാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അത്യാവശ്യം വലിയ സൈസ് ചെമ്മീനാണ് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഇതിനായിട്ട് നമുക്കൊരു 15 ചെറിയ ഉള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 10-15ഓളം തന്നെ വെളുത്തുള്ളിയും, 2 പച്ചമുളകും, ഒരു ചെറിയ തക്കാളി എടുത്തിട്ടുണ്ട്. ഇത് നല്ലതുപോലെ മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കണം. ഇനി നമ്മളിതിലേക്ക് ഒരു 1.5 സ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 സ്പൂൺ തന്നെ പെരുംജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1 സ്പൂൺ മൊത്തത്തിലുള്ള കുരുമുളകാണ് ഇട്ട് കൊടുക്കുന്നത്. കുരുമുളക് പൊടി ഉണ്ടെങ്കിൽ അതാണെങ്കിലും മതി കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ വലിയ സൈസ് ചെമ്മീനായിരുന്നെന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനൊരു ചെറിയ പീസാക്കി ഓരോന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അരച്ച മസാല ഈ ചെമ്മീനിലോട്ട് അങ്ങ് ഇട്ട് കൊടുക്കാം. എരിവൊക്കെ നമ്മൾ സൂക്ഷിച്ച് ഇടുക കേട്ടോ. കൂടുതലും കുറവൊക്കെ ഞാൻ എപ്പോഴും പറയാറുള്ളതാണ്. എരിവൊക്കെ നമ്മുടെ താല്പര്യം അനുസരിച്ച് ഇട്ട് കൊടുക്കാമേ. ഇനി നമ്മളിതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം. ആ മസാലയൊക്കെ ചെമ്മീനിലോട്ട് പിടിക്കണമല്ലോ. അതിനായിട്ട് നന്നായിട്ട് നമ്മൾ പുരട്ടി ഇതേപോലെ അങ്ങ് എടുക്കണം കേട്ടോ. എന്നിട്ട് നമുക്ക് ഇങ്ങനെ വെക്കാം. ഇത് ഒരു മാക്സിമം നമ്മൾ അരമണിക്കൂറെങ്കിലും നമ്മളിതിങ്ങനെ വെക്കണം. ഇനി അത്രയും പറ്റിയില്ലെങ്കിൽ മിനിമം ഒരു 15 മിനിറ്റെങ്കിലും നമ്മൾ ഈ മസാല പുരട്ടിയതിന് ശേഷം നമ്മൾ ചെമ്മീനൊന്ന് മാറ്റി വെക്കണം കേട്ടോ. അതിന് ശേഷം മാത്രമേ എടുക്കാവുള്ളൂ. അപ്പം ഞാൻ ഇവിടെ അടിച്ച് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാനൊരു അരമണിക്കൂറോളം വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിന് ശേഷം നമ്മളൊരു പാൻ എടുക്കാം. അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണയ്ക്ക് പകരം നമുക്ക് വേണമെങ്കിൽ ഓയിലാണെങ്കിലും എടുക്കാം കേട്ടോ. ഇനി എണ്ണ അങ്ങ് ചൂടായി വരുമ്പോൾ നമ്മൾ മസാല പുരട്ടി വെച്ചിരുന്ന ചെമ്മീൻ കുറേശ്ശെയായിട്ട് അങ്ങ് ഇട്ട് കൊടുക്കുകയാണ്. നല്ലതുപോലെ ഒന്ന് നമുക്കിത് മൊരിയിച്ചെടുക്കുക, ഫ്രൈ ചെയ്തെടുക്കുക എന്നൊക്കെ പറയില്ലേ, അതേപോലെ ഒരു ബ്രൗൺ കളർ ആകുന്നത് വരെ നമ്മൾ കുറഞ്ഞ തീയിലിട്ടിട്ട് നമ്മളിതൊന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഇടയ്ക്ക് നമ്മളിത് ഇളക്കി കൊടുക്കേണ്ടതായിട്ട് വരും. തീ ഒരിക്കലും കൂട്ടി വെക്കരുത്. കുറഞ്ഞ തീയിൽ തന്നെ വെച്ച് ക്ഷമയോടുകൂടി നമ്മൾ ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മൾ ഇട്ട് കൊടുത്ത മസാല അതുപോലെ ചെമ്മീൻ ഇറങ്ങി വരുന്ന വെള്ളമൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നല്ലതുപോലെ ഒന്ന് വറ്റിച്ച് എടുക്കണം കേട്ടോ. ഡ്രൈ ആയിട്ട് വരണം. അപ്പോഴാണ് നമ്മുടെ ചെമ്മീൻ ചോറിനുള്ള ആ ഒരു പരുവായിട്ട് നമുക്കിത് കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ഒരു കൈപ്പിടി ഓളം വരുമായിരിക്കും. നമ്മൾ കയ്യിൽ ഇങ്ങനെ പിടിക്കുമ്പോൾ ഇത്രയേ ഉള്ളൂ. കൈ നിറച്ച് എടുത്താൽ മതിയാവും. അത് കണക്ക് പറയാനാണെങ്കിൽ ഒരു 4 ടേബിൾ സ്പൂൺ അടുത്ത് തേങ്ങയാണ് കേട്ടോ. തേങ്ങ ചിരകിയതും കൂടി നമ്മളിതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തേങ്ങ ചിരകിയതൊക്കെ നല്ലതുപോലെ ഒന്ന് ഡ്രൈ ആയി വരുന്നത് വരെ നമ്മളിത് ഇളക്കിക്കൊണ്ടിരിക്കണം. നല്ല മൊരിയിച്ചെടുക്കുക എന്നൊക്കെ പറയില്ലേ, ആ ഒരു രീതിയിൽ വേണം നമ്മൾ ഇതെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നോൺ സ്റ്റിക്ക് പാനായിരിക്കും കുറച്ചുകൂടി നല്ലത്. അതാകുമ്പോൾ നമ്മൾ ഒന്ന് വെച്ചിട്ട് അങ്ങ് മാറിയാലും അടി പിടിക്കും എന്നുള്ളൊരു ടെൻഷനൊന്നും വേണ്ട. അപ്പോൾ ഞാൻ കുറച്ചുകൂടി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. 1 സ്പൂൺ വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഡ്രൈ ആക്കി എടുക്കുന്നുണ്ട്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇതേപോലെ അങ്ങ് ഇളക്കി കൊടുത്ത് എടുത്തിരുന്നാൽ മതിയാവും കേട്ടോ. പക്ഷേ ഇത് ഉരുളിയിലൊക്കെ ചെയ്തെടുക്കുകയാണെങ്കിൽ സൂപ്പറായിരിക്കും കേട്ടോ. നല്ലൊരു ടേസ്റ്റായിരുന്നു ഉരുളിയിലൊക്കെ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച കളറിലൊക്കെ ചെമ്മീൻ റോസ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ വേണം നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇനിയും വേണമെങ്കിൽ നമുക്ക് ഒന്നുകൂടി ഒന്ന് നല്ലതുപോലെ ഒന്ന് ഡ്രൈ ആക്കി എടുക്കാം. പക്ഷേ ഈ ഒരു രീതിയിൽ ഇരുന്നാലും മതി. നമ്മൾ കറക്റ്റ് ഒരു പരുവത്തിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എണ്ണ കുറവാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് കുറേശ്ശെ വെളിച്ചെണ്ണ അങ്ങ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. വെളിച്ചെണ്ണ അല്ലെങ്കിൽ ഓയിലാണ് എടുക്കണമെങ്കിൽ ഓയിൽ. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ വീട്ടിൽ നോർമലി ഉണ്ടാക്കുന്ന ചോറ് ഇട്ടിട്ട് അങ്ങ് മിക്സ് ചെയ്തെടുക്കുക. അത്രയേ ഉള്ളൂ. നമ്മുടെ ചെമ്മീൻ ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മിക്കവാറും നമ്മുടെ വീട്ടിൽ ചെമ്മീനൊക്കെ വാങ്ങിക്കുമ്പോൾ ഒന്നെങ്കിൽ റോസ്റ്റ് ചെയ്തെടുക്കും, അല്ലെങ്കിൽ കറി വെച്ചിട്ടൊക്കെ എടുക്കുകയാണല്ലോ ചെയ്യണേ. തീയലുണ്ടാക്കാറുണ്ട് അങ്ങനെ. അപ്പോൾ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് നമുക്ക് ഇടയ്ക്ക് ഇതേപോലെ അങ്ങ് ചെയ്തിരുന്നാൽ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു ചെമ്മീൻ ചോറ് നമുക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ. പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടും. കാരണം മുള്ളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ പിള്ളേരൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്നൊരു കാര്യമാണ് നമ്മുടെ ചെമ്മീൻ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്കും ചോറൊക്കെ കഴിക്കാനായിട്ട് ഒരുപാട് ഇഷ്ടമായിരിക്കും നമ്മൾ ഈ ഒരു രീതിയിൽ ചെയ്ത് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ. നമുക്ക് സ്കൂളിലും വേണമെങ്കിലും കൊടുത്തയക്കാം കേട്ടോ, ഈ ഒരു രീതിയിലാക്കിയിട്ട്. അപ്പോൾ ഉറപ്പായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു ഐറ്റം തന്നെയാണ് കേട്ടോ ഈ ചെമ്മീൻ ചോറെന്ന് പറയുന്നത്. അപ്പോൾ ഇനി വീട്ടിൽ ചെമ്മീൻ വാങ്ങിക്കുമ്പോൾ എന്തായാലും ഈ ഒരു രീതിയിലൊന്ന് ഉണ്ടാക്കി നോക്കണേ, ഇഷ്ടമാവും കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ വീഡിയോ ഒക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ.
അപ്പോൾ ഈ ചെമ്മീൻ ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് കറികളുടെ ഒന്നും ആവശ്യമില്ല കേട്ടോ. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ സലാഡോ പപ്പടമോ ഒക്കെ എടുക്കാവുന്നേ ഉള്ളൂ. നമ്മളിവിടെ കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയ നമ്മുടെ ഈന്തപ്പഴ അച്ചാറുണ്ടല്ലോ, അത് കൂട്ടിയിട്ടാണ് കേട്ടോ കഴിച്ചത്. അത് അടിപൊളി ഒരു കോമ്പിനേഷനായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും ഒന്ന് ഇനി മുന്നേ പറഞ്ഞ പോലെ ചെമ്മീൻ വാങ്ങിക്കുമ്പോൾ ഈ ഒരു രീതി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും. പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ.